ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നാമ്പടുത്ത് ഓണം ഫെസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതിന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റേതായ ഞാൻ എന്താണ് ഇതിൻ്റെ ഒറിജിനൽ വോയിസ് കൊടുക്കാതെന്ന് പറഞ്ഞാൽ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതിനകത്തൊക്കെ കയറുമ്പോൾ നല്ല വോയിസൊക്കെ ഉണ്ടായിരുന്നു, ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇത് കാണിച്ചത് ഒരു പരുന്തിൻ്റെ അല്ലേ, അതാണ് എൻട്രി. അപ്പോൾ ഇവിടെ ഉള്ളത് ഫസ്റ്റ് കയറുമ്പോൾ ഇതാണ് അവതാർ വേൾഡ്. അവതാർ വേൾഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോബോട്ട്, അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ 3D സംഭവമാണ്. അതായത് ഒരു വോൾ ഫുൾ CD 3D ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ പോകുന്നതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തോന്നും, അതാണ് സംഭവം. അപ്പം ഇതിൻ്റെ തുടക്കം കണ്ടില്ലേ നമ്മുടെ അവതാർ വേൾഡ്. അപ്പോൾ അപ്പായാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത്. ഞാൻ മുന്നിൽ കൂടെ നടക്കുന്ന നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ, അപ്പായാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്ലിപ്സ് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ആകെയുള്ളത് ഇതിൻ്റെയും റോബോട്ടിൻ്റെയും പിന്നെ 3Dയുടെയും മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ അങ്ങോട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴിക്കുന്നതും ബുക്കും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്നാണ് ഏറ്റവും മെയിൻ സംഭവം. കാരണം ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി മറന്നങ്ങ് പോയി. അപ്പോൾ ഓഫ് ഗൈസ്, എന്നെ കാണാൻ എങ്ങനെ ഉണ്ട്, കൊള്ളാവും. അവിടുന്ന് കാറ്റടിച്ചിട്ട് ഭയങ്കര ഇതാണ്, മൊത്തം പറക്കുമായിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മുടെ അവതാറിൻ്റെയൊക്കെ ഒരു ഇത് കാണിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ പോവാണ്. എല്ലാം അനങ്ങുന്നുണ്ടായിരുന്നു ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് ഇതാട്ടോ തോന്നിയത്. ഒരാൾക്ക് 100 രൂപയായിരുന്നു. പക്ഷെ ഞാനും സിയാമ്മയും അപ്പായും ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ 200 രൂപയ്ക്ക് അറിയാം. അപ്പ ദേശാമന് വർക്ക് ചെയ്യുന്നുണ്ട്, ആ ടാഗ് ഇട്ടിട്ട് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അപ്പാക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു തോന്നുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് കയറി. ആൻഡ് അതുകൊണ്ട് അവിടെ തീ പോലത്തൊരു സംഭവം കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഏറ്റവും ബെറ്ററായിരുന്നു ഇത്. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ അവതാർ വേൾഡും. റോബോട്ട് കഴിഞ്ഞ വർഷം ഒരെണ്ണം അങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു റോബോട്ട് ഇപ്രാവശ്യം. 3D ഒന്നും സംഭവം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 3D ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ പുതിയ ഐറ്റംസ് ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ എക്സ്ട്രാ പുതിയ ഐറ്റംസ് ആ പെറ്റ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പൂച്ച ഉണ്ടായിരുന്നില്ല, പട്ടിക്കുഞ്ഞുങ്ങൾ, ലാബിൻ്റെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പിന്നെ ടർക്കി കോഴി എന്ന് പറയില്ലേ, അതുണ്ടായിരുന്നു. അങ്ങനെ കുറേ കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഗായ്സ്, അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്നാ പറയേണ്ടത് അറിയാതെ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. ഇത് ഫുൾ LED ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ കയറിയപ്പം കേട്ടോ കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഏറ്റവും ബെറ്ററായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എങ്ങോട്ട് നടക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഇതാണ് കേട്ടോ ഈ അവതാർ വേൾഡിൽ കുറച്ച് അട്രാക്റ്റ് തോന്നി ഈ ഒരു ഭാഗത്താണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു പാറക്കല്ല്, അപ്പോൾ ഇങ്ങനെ വെള്ളം വീഴുന്നു, ഒരു വെള്ളച്ചടം, ഒരു കുഞ്ഞൊരു വെള്ളം ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഇത് സ്നേക്ക് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന, ഇത് അനങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ സ്നേക്കൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു. ഇത്ര അടുത്ത് വീഡിയോ എടുത്താൽ ഞാനല്ല കേട്ടോ, അപ്പായാണ്. ഞാനാണ് ഇങ്ങനെ ഓടിച്ചു കൊടുത്തോളൂ, അപ്പാണ് നല്ല കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് അതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു സംഭവം എന്താ മൃഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അവതാറിനകത്തുള്ള മൃഗമാണ്, അതെനിക്കറിയാം, അതായിരുന്നു. പിന്നെ ഞാൻ 3D അവിടെ കയറിയിട്ടുണ്ടായിരുന്ന ഒരു വോയിസ് അതിന് നോക്കാം. ചിലപ്പോൾ എൻ്റെ വോയിസ് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഞാൻ കൊടുക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ റോബോട്ടിൻ്റെ അടുത്തേക്കാട്ടോ. ഇവിടെ ഒരു ഹ്യൂമൻ റോബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡോഗും ഉണ്ടാവും. ഈ ഡോഗാണ് ഞങ്ങളെ കണ്ടൊരു ഒറ്റ ചാട്ടമായിരുന്നു. ഞാൻ പേടിച്ചു പോയി. ഇതൊരു ചാട്ടമായിരുന്നു, ഞാൻ ശരിക്കും പേടിച്ചു പോയി. വീണ്ടും ചാടിയാണ്, എനിക്ക് അങ്ങ് പേടിയായിപ്പോയി. നമുക്കറിയാം മിഷീൻ്റെ സംഭവമാണ്. എന്നിട്ട് ഞാൻ ഒരു ഹാർട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് പോലും ഹാർട്ട് കാണിച്ചില്ല ആൾ. കാരണം അവരവിടെയാണല്ലോ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അവരാണല്ലോ ചെയ്യുക. അങ്ങനെയാണ്. പിന്നെ പുള്ളിക്കാരൻ എണീറ്റൊക്കെ നിന്ന് കാണിച്ചു. ഞാൻ ഒരു ഹാർട്ട് തരാമെന്ന് ചോദിച്ചു, തന്നില്ല, കുഴപ്പമില്ല, നമ്മുടെ സമയത്തൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓടി നടത്തുമായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ ഇതായിരുന്നു ഹ്യൂമൻ റോബോട്ട്. ഇത് എക്സാക്ട്ലി കറക്റ്റാണ്ട് അപ്പം അങ്ങോട്ട് നടന്നില്ല, അതാണ് ഗൈസ് എൻ്റെ അമ്മ. ഇതെൻ്റെ അപ്പ ഒന്നും അല്ല ഗൈസ്, നേരത്തെ നടന്നില്ല, അതാണ് ഇത് ഞാനാണ്. അപ്പോൾ അതാണ് എൻ്റെ അമ്മ.
അമ്മ അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അന്നേരം ആദ്യം അപ്പുറത്തുനിന്നൊരു അങ്കിളിൽ നിന്ന് ഏതാണെന്ന് അറിയത്തില്ല, ഒരു അങ്കിളിന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അതിന് എനിക്ക് ഷേക്ക് ഹാൻഡ് തരാനായിട്ട് പയ്യെ നടന്ന് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഷേക്ക് ഹാൻഡ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്ന് അത് വേറൊരു ആളാട്ടോ, നമുക്കറിയില്ല. പിന്നെ ഇവനായിരുന്നു മെയിൻ സാധനം. ഭയങ്കര കൂർമ്മ. ഞങ്ങളുടെ അടുത്തോട്ട് വരെ വന്നാൽ ഭയങ്കര പേടിയായിപ്പോൾ എനിക്ക്. എന്നതിന് പേടിച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ആൾ പിന്നെ ഷേക്ക് ഹാൻഡ് എന്നൊക്കെ വന്നത് ഇതായിരുന്നു നമ്മുടെ 3D സംഭവം. ശരിക്കും നമ്മൾ അതിനകത്തൂടെ പോകുന്നതെന്ന് എനിക്ക് തോന്നി. ഫുൾ ബോൾ ഓഫ് 3D ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ കുറേ പേര് കിടന്ന് കയറുന്നുണ്ടായിരുന്നു. കുറേ പേർക്ക്, അതായത് ഇത്ര പേർക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈനായിട്ട് നിർത്തിയിരിക്കുമായിരുന്നു. പക്ഷേ സംഭവം തുടങ്ങിയ പിന്നെ എല്ലാവരും അങ്ങോട്ട് ചതറിപ്പോയി. അപ്പോൾ ഇത് പിന്നെ ഇത് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ സ്കൈ കൂടെ പോകുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം ഇതായിരുന്നു മോനെ ശരിക്കും നമ്മൾ പേടിച്ച് പോകുന്നതായിട്ട്. പേടിച്ചല്ല, നമ്മുടെ മനസ്സിലൊരു ഇപ്പോൾ വീഴുന്നുള്ളൊരു അതുണ്ടായിരുന്നു. ഈ സന്ധി കൂടെ പോകുന്നത് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ മേലേക്ക് പൊങ്ങുമ്പോൾ എല്ലാം കിടന്ന് കാർച്ച എന്നത്തിനാണെന്ന് പറയാത്തില്ല, ഞാനും കറിയായിരുന്നു കുറേ. അപ്പോൾ ഇത് തന്നെ ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്ന വോളിൽ ഉണ്ടായിരുന്നത്, ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന വോള്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതാണ് ഫ്രണ്ടിലുണ്ടായിരുന്ന വോൾ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, ഇടിക്കുമോ. പക്ഷേ വോളല്ലേ അത്, നമുക്കൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെയായിരുന്നു. പിന്നെ ഇത് കുറേ ആയിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ മുങ്ങത്തൊന്നുമില്ല, എന്നാൽ വെള്ളത്തിൻ്റെ ഇങ്ങനെ വന്നത്. ഞാൻ അപ്പാനാണ് കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് അപ്പം മുങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇച്ചിരി ടെൻഷനായിപ്പോയി കേസ്. അത് നമുക്ക് 3D ആണ്. 3D എന്ന് പറഞ്ഞാൽ നമ്മളാണ് അതിനകത്ത് പോകുന്നത്, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇത് വേണം. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറകോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പേടിക്കാതിരിക്കാനല്ല, ഇങ്ങനെ നമ്മളൊരു ഇതാണ് എന്നറിയാതിരിക്കാൻ വേണ്ടി ഞാൻ പുറകോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വന്നപ്പോൾ എല്ലാവരും കിടന്ന് കാറുന്നുണ്ടായിരുന്നു. കാരണം കൂട്ടി ഇടിക്കുമെന്നൊരു സംശയമാണ്. എല്ലാവരും ഇത് പൊങ്ങി വന്നപ്പോൾ കാറുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ വട്ടത്തിൻ്റെ ഉള്ളിലോട്ടാണ്. ഈ വട്ടത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പേടിയാണ്. നമ്മൾ പെട്ടെന്നൊരു ഇതാവും, കാരക്കൂലി വരും. ഇങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണല്ലോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഓരോ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകാട്ടോ. ഇതിങ്ങനെ വന്നിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ ഹൊറർ ടൈപ്പ് എന്തെങ്കിലുമൊക്കെ ആണെന്നാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ജുറാസിക് പാർക്കും ഹൊറർ ടൈപ്പൊന്നും അല്ലായിരുന്നു. ഇതായിരുന്നു സംഭവം. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്കിനും ജുറാസിക് പാർക്ക് പോലൊരു സംഭവത്തിലത്. ജുറാസിക് പാർക്ക് അല്ലത്, ജസ്റ്റ് അങ്ങനത്തെ ആനിമൽസ് ഉണ്ട്, ഡൈനോസറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതൊരു ജുറാസിക് പാർക്കല്ല. വീണ്ടും ആ സർക്കിളിലേക്ക് നമ്മൾ കയറിയിട്ട് അത് ഓരോരോ സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഇതാണ് സംഭവം. ഒരു സ്ഥലത്തോട്ട് മാത്രമല്ല, ഓരോരോ സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ ഇങ്ങനെ പിന്നെ ഇതിന് ഇത്തിരി സ്പീഡൊക്കെ കൂടുമ്പോൾ നമുക്കൊരു ഇതാണ്, നമ്മൾ കാറും സ്പീഡൊക്കെ കൂടുമ്പോഴേ ഇതാണ് കേസ്. പിന്നെ ഞാൻ ആ ബ്ലൂ ടൈപ്പ് കണ്ടില്ലേ, അത് ഞാൻ വിചാരിച്ച അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോയില്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ വോളിലോട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് വീഡിയോ ഞാൻ ഇച്ചിരി താത്തിയാണ് പിടിച്ചത്, സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതേ നമ്മൾ നേരെ എങ്ങനെയൊക്കെയോ സ്പേസിലെത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എർത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരാളുടെ പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആരോ ഇവിടെ കിടന്ന് എന്താണ്ടൊക്കെയോ ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് ആളുടെ പടം. ആ ആളാണോ ഈ ആളെന്നൊന്നും എനിക്കറിയത്തില്ല. ഓരോരോ ഓരോരോ സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കിനും ഓരോരോ ആൾക്കാരുടെ പേര് ഫോട്ടോ താഴെ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരൊക്കെ പോയതായിരിക്കും, എനിക്കറിയത്തില്ല ഗൈസ്. പക്ഷേ ഇതെന്നാണല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അതായത് 100 രൂപയ്ക്ക് ഈ സംഭവം എന്താണല്ലോ ലാഭമാണ്. കാരണം ഒരു LED ലൈക്ക് ഇതൊരു നല്ല രസമാണ് ഈ സംഭവം, എനിക്ക് അത്രേ പറയുള്ളൂ. ഇതും രസമായിരുന്നു, റോബോട്ടും അവതാറും. ഇത്രയും 3 സാധനത്തിനാണ് നമുക്ക് ഈ 100 രൂപയ്ക്ക് ലാഭം. ബാക്കിയൊന്നും വലിയ ഇതില്ലായിരുന്നു. പിന്നെ ഈ ഒരു വട്ടത്തിനകത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ഒരുമാതിരിയായിരുന്നു, ഭയങ്കര ഇതൊക്കെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് സ്പൈഡർ വരുന്നുണ്ട്, വലിയ സ്പൈഡറൊക്കെ അതൊക്കെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജുറാസിക് പാർക്ക് വേൾഡ് പോലത്തെ ഒരു
സംഭവത്തിനകത്തോട്ടൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാക്കണ്ടോ കുഞ്ഞു കുഞ്ഞു ഡൈനോസറൊക്കെ ഓടിപ്പോകുന്നത്, അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ നമ്മൾ പോയി. പിന്നെ എനിക്ക് സംശയമുണ്ട്, ഇനിയിപ്പോൾ ഈജിപ്താണോ ഇതെന്ന് എനിക്കൊരു സംശയം, കാരണം അങ്ങനത്തെ ഒരു സ്ഥലം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ പേരും കണ്ടു, താഴെ ഒരു ആളുടെ പടം കണ്ടില്ലേ, അതൊക്കെ എന്താ കാണിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. ഈ അണുക്കുമേൽ കുറേ പേര് നിൽക്കുന്നുണ്ടോ ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വോയിസ് കയറി വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അല്ല, മമ്മിയുടെ വോയിസാണ്. മമ്മി അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ആൻഡ് നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ എന്തോ ഒരു സാധനം മുന്നിൽ വന്നാൽ ഞാൻ അപ്പാന്ന് വിളിച്ച് ആ പോകുന്നൊരു സാധനം. അപ്പാണെങ്കിൽ അപ്പാടെ കയ്യിലാണ് ഞാൻ പിടിച്ച് അമക്കി, അപ്പാടെ കൈയിട്ട് കുടഞ്ഞ് അപ്പ അനങ്ങാതെ നിൽക്കുമായിരുന്നു. അപ്പാടെ ഒരു കൈ എൻ്റെ കയ്യിലായിരുന്നു. എന്നിട്ട് അപ്പം അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കുറേ എനിക്ക് എന്നുള്ള ഈ 3D അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. മസ്റ്റേഡ് കോട്ടയത്തുള്ളവരാണെങ്കിൽ മസ്റ്റേഡ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് ഞാൻ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും അറിയില്ല. പിന്നെ ഏതൊക്കെയോ ഒരു സ്ഥലത്തൊക്കെ പോയി. പിന്നെ ഈ ഡ്രാഗൺ പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന എന്നിട്ട് നമ്മളിങ്ങനെ കൊത്താൻ വരുന്നു, അങ്ങനെ എന്തോ ഐറ്റമൊക്കെ ആയിരുന്നു. അതായത് നമ്മളെ കുത്തുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ഈ ഒരു സംഭവമാണ് എന്നെ ഇങ്ങനെ കറങ്ങുന്നത്. എനിക്ക് ഭയങ്കര തല കറങ്ങിയായിരുന്നു കേസ്, ഭയങ്കര തല കറങ്ങില്ല, തല കറങ്ങാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ തിന്നിക്കും. പിന്നെ ഞാൻ പുറകോട്ടൊക്കെ ഇങ്ങനെ പോകാനായിട്ട് ഇതായി. അതിന് അപ്പൊക്കെ എന്നെ പിടിക്കുക, ഞാൻ പുറകോട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു, എങ്ങോട്ടാണ് പോകണേന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്തോ ഒരു പ്രാണിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഡൈനോസർ ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തോ എന്ന് എനിക്കൊരു സംശയമാണ്. ഇപ്പം കണ്ടതാണോ ഡൈനോസർ, അതിൻ്റെ വീഡിയോ എടുത്തോ എനിക്കൊരു സംശയമുണ്ട് ഗായ്സ്. ഒരു ഡൈനോസർ ഉണ്ടായിരുന്ന സംഭവം. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പൈഡർ കേട്ടോ. ഈ സംഭവം ചുമ്മാ മനുഷ്യന് മുന്നിൽ വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ ഡൈനോസർ ഞാൻ അതിനെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.